അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ റൂം വെക്കറ്റ് കേട്ടോ. റൂം വെക്കറ്റ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്നത് നാട്ടിലേക്കല്ല, നേരെ കോയമ്പത്തൂർക്ക് അമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം പോകുന്ന വയ്ക്ക് നമുക്ക് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് കയറണമെന്നുണ്ട്. പോയിട്ട് വന്നിട്ട് നേരെ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റേ ആയിട്ട് നാളെ രാവിലെയാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്കിത് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കാണാം. അപ്പം അങ്ങനെ നമ്മൾ താമസിച്ച സ്റ്റേ ചെയ്ത റിവേറ റിട്രീറ്റ് എന്ന് പറഞ്ഞ കെട്ടിടം, ഹോട്ടൽ, ഹോം സ്റ്റേ. അതിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ലഗേജൊക്കെ പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളത് ഇറങ്ങാൻ പോകട്ടെ ഇവിടുന്ന്. ഇനി പോകണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ട് പോകാം. ഓക്കെ, രാവിലത്തെ സൂര്യപ്രകാശം മുഖത്തേക്ക് അടിച്ചിട്ട് ഒരു പരുവായിട്ടിരിക്കുക. രാവിലെ 10:30 പറയും. ഇപ്പം 10:30 ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് കയറിക്കൊണ്ടൊരു ഹോട്ടലിൽ. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ട, വെള്ളയപ്പം, ചിക്കൻ കറി, വെജിറ്റബിൾ കറി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഹോട്ടലാണ്. നല്ല അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ട്. ചിക്കൻ നല്ല അടിപൊളി ചിക്കനാണ്. ഇത് കിട്ടുമോ? ഇത് നോർമൽ കേട്ടോ.
സമയം ഇപ്പോൾ 2:30 കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കൊയിലാണ്ടിയിൽ എത്തിട്ടോ. കൊയിലാണ്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടലെത്തിയപ്പോൾ നല്ലൊരു ഹോട്ടലിൽ കിട്ടി. പക്ഷെ അവിടെ പാർക്കിംഗ് സൗകര്യം തീരെ കുറവായതുകൊണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ ശരി പോണെങ്കിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പം ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് മെയിൻ റോഡ് കാണിച്ചു തന്നെ കേട്ടോ. മെയിൻ റോഡിൽ കാണിച്ചെന്ന വഴി കാണിച്ചെന്ന് പോയിട്ട് മെയിൻ റോഡ് എത്താറായപ്പം റോഡിന് തീരെ വീതിയും കുറഞ്ഞു. തീരെ വീതിട്ട് ഞങ്ങൾ പോകുന്ന വണ്ടി കറക്റ്റ് ജസ്റ്റ് കടന്നു പോകുന്ന അത്ര സ്പേസിലാണ് വീതി വന്നത്. രണ്ട് വേറെ സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് വണ്ടി കടന്നു പോകാൻ പറ്റില്ല. പക്ഷേ വണ്ടി കയറി പൊക്കൂടും. പക്ഷെ ഇത് പെഡസ്റ്റൽ പാത്തൊന്നും പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ സമ്മതിച്ചില്ല. നിങ്ങൾ വേറെ ആൾക്കൂടെ പോകണം, ഇതിൽ കൂടെ പോകാൻ പറ്റില്ല പ്രശ്നമായിരിക്കും. ഒരു പ്രകാരം വണ്ടി ഇട്ട് തിരിച്ചു. അതിനിടയ്ക്കാണ് ആ വഴി കൂടെ നേരത്തെ ഒരു പിക്കപ്പ് പോയിന്റ് കടന്നുമായിരുന്നു. പുള്ളിക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാതെ പുള്ളി റിവേഴ്സ് എടുത്തിട്ട് തൊട്ടത്തുള്ള പോസ്റ്റൊക്കെ പുള്ളി ഇടിച്ച് ഇളക്കിയിട്ടങ്ങ് പോയി. ഒരു തമിഴാന്ന് കണ്ടിട്ട്, പുള്ളി മലയാളിയല്ല എന്തായാലും. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് കടന്നു പോകാൻ പറ്റുന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു, റിവേഴ്സ് എടുത്ത് തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ എന്നിട്ട് മെയിൻ റോഡിൽ കയറാൻ ഇപ്പോൾ ഞങ്ങൾ വേറെ ഹോട്ടലിൽ ഹോട്ടലിൽ കയറി. അവരൊക്കെ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തന്നു. എല്ലാവരും ഊണ് കഴിച്ചപ്പോൾ ഞാനും ഭാര്യയും മന്തി കഴിച്ചു കേട്ടോ. സാധാരണ ഞങ്ങൾ സാധാരണ മന്തി കിട്ടുമ്പോൾ ഞങ്ങൾ റൈസ് എക്സ്ട്രാ മേടിക്കാറുണ്ട്. ഇതിപ്പം റൈസ് എക്സ്ട്രാ മേടിക്കണമെന്ന് വെച്ചാൽ ഒരു ഹാഫ് മന്തി അങ്ങ് ഓർഡർ ചെയ്തു. പക്ഷേ ക്വാണ്ടിറ്റി ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിൽ ഹെവി ആയിപ്പോയി. അതുകൊണ്ട് എന്നിട്ട് കുറച്ച് ചിക്കനും കുറച്ച് റൈസും കഴിച്ചിട്ട് ബാക്കിത്തെ റൈസ് ഞങ്ങൾ പാഴ്സൽ പിടിച്ചു. ഒന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 45 മിനിറ്റാണ് നമുക്ക് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ വേണം. അങ്ങനെ ഏകദേശം ഒരു 3:30 കഴിഞ്ഞപ്പോൾ നമ്മളിത് കോഴിക്കോട് എത്തി. ഇവിടെ ഒരു സ്ഥലത്ത് പേൻ പാർക്കിന് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ മിഠായി തെരുവിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കട്ടോ. അവരെല്ലാവരും ഫ്രണ്ടിൽ പോയി, ഞാൻ എൻ്റെ ബാക്കിലോട്ട് നടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മളങ്ങനെ മിഠായി തെരുവിൽ നിന്ന് ഇറങ്ങി കോയമ്പത്തൂരെത്തി. 5:15 സമയം ഏകദേശം 5:15. ഏകദേശം 5:15 5:30. ഇനിയിപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് 5 മണിക്കൂറാണ് കോയമ്പത്തൂര്. രാത്രി ഒരു 10:30 ആവുന്ന ഏകദേശം എത്തുമ്പോഴത്തേക്കും ബ്ലോക്കൊന്നും കിട്ടിയില്ലെങ്കിൽ. ഇനിയിപ്പോൾ നേരെ കോയമ്പത്തൂർക്ക് വെച്ച് പിടിക്കുകയാണ്.
ഇപ്പോൾ രാത്രി 12:45 കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം കോയമ്പത്തൂർ അമ്മാവൻ്റെ വീട്ടിലെത്തി. കോഴിക്കോട് ഇറങ്ങിയപ്പോൾ തൊട്ട് പല ഭാഗത്തായിട്ടും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞിപ്പോൾ എല്ലാവരും വന്ന് കയറി കിടക്കുവാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇട്ടിട്ട് ഒരു ഉച്ചയ്ക്കുള്ളിൽ, ഇപ്പം രാത്രി ഒരുപാട് നമ്മൾ ലേറ്റായിട്ട് 11 ശേഷം ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉച്ചയ്ക്കുള്ളിൽ ഇറങ്ങാമെന്ന് വിചാരിക്കും തിരിച്ച് നാട്ടിലേക്കാണ്. ഓക്കെ, ഒരു നാളത്തെ കാഴ്ച നോക്കിയിട്ട് ഇനിയിപ്പോൾ നാളെ വരെ. അതുവരെ ഗുഡ് നൈറ്റ്.